ഹായ് കുട്ടികളെ, മാത്സ് രണ്ടാമത്തെ ലെസൺ നമുക്ക് പഠിക്കാം. ഏവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ സാധാരണ പറയുന്ന ഒരു വാക്കാണ് ഏവറേജ്. ഈ കുട്ടി ഏവറേജ്, ബിലോ ഏവറേജ് ആണ്, അല്ലെങ്കിൽ എബവ് ഏവറേജ് ആണ്, അങ്ങനെയൊക്കെ കുട്ടികൾ താരതമ്യം ചെയ്യുമ്പോഴൊക്കെ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ പറയും. മലയാളത്തിൽ ഏവറേജിനെ ശരാശരി എന്ന് പറയും. എന്താണ് ഈ ഏവറേജ് അല്ലെങ്കിൽ ശരാശരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ കുറച്ച് വാല്യൂസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒപ്പാക്കുക, അങ്ങനെ ചിന്തിച്ചാൽ മതി. അതായത് എങ്ങനെയാണ് ഒപ്പാക്കുക ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഒരു കുട്ടിക്ക് 3 സബ്ജക്റ്റിൽ കിട്ടിയ മാർക്ക്, ഒരു സബ്ജക്റ്റിൽ 30 കിട്ടി, ഒരു സബ്ജക്റ്റിൽ 40 കിട്ടി, ഒരു സബ്ജക്റ്റിൽ 15 കിട്ടിയെന്ന് വിചാരിക്കും. അപ്പോൾ ഈ കുട്ടിക്ക് 3 സബ്ജക്റ്റിലും ഒരേ മാർക്കായിരുന്നെങ്കിൽ എത്ര വീതമാകുമായിരുന്നു? ഒരേ മാർക്ക് ആകും വേണം. 3 കൂടിയിട്ട് കൂട്ടുന്ന ടോട്ടൽ മാർക്കിൽ വ്യത്യാസം വരാനും പാടില്ല. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എല്ലാത്തിനും നമ്മളുടെ ഇഷ്ടത്തിന് എല്ലാ വിഷയത്തിലും 50-50, 100-100 അങ്ങനെയാക്കാലോ. ഇതത് പാടില്ല. അതായത് 3 കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ വരുന്ന ടോട്ടൽ മാർക്കിൽ വ്യത്യാസം വരാനും പാടില്ല. 3 എണ്ണത്തിന് ഒപ്പാക്കും വേണം. അതെങ്ങനെ പറ്റും? 3 എണ്ണം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 50 + 40 + 30. അപ്പം എത്ര കിട്ടും? 120 കിട്ടിയിട്ടാ. ഓക്കെ, ഇതവിടെ കിടക്കട്ടെ. ഇപ്പം ഇതിനെ ഇങ്ങനെ നമുക്കൊന്ന് ഒപ്പാക്കാൻ പറ്റുക. ഈ 50 നമുക്കൊരു 10 എടുക്കാം. 50 ഒരു 10 എടുത്തു കഴിഞ്ഞാൽ 50 പിന്നെ എത്രയും മാറി? 48 അല്ലേ? ഇപ്പം 2 ഒപ്പായി. ഇനി 15 എടുത്ത 10 നമുക്ക് ഈ 30ക്ക് കൊടുക്കാം. അപ്പോൾ 30യുടെ കൂടെ 10 കൂടിയപ്പോൾ 30 എത്രയും മാറി? 40 മാറി. അപ്പം 3 എണ്ണത്തിലും മാർക്ക് സെയിം ആയില്ലേ? 40 40 40 ഇതായി. ഈ 3 40 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് × 3 അല്ലേ, എത്ര കിട്ടും? 120 കിട്ടുകയും ചെയ്യും. അപ്പോൾ ടോട്ടൽ മാർക്കിൽ വ്യത്യാസം വരാതെ തന്നെ ആ കുട്ടിയുടെ മാർക്കിനെ നമ്മൾക്ക് ഒപ്പാക്കാൻ പറ്റി. കൂടുതലുള്ളതിനൊക്കെ എടുത്തിട്ട് കുറവുള്ളതിനൊക്കെ കൊടുത്ത് ഒക്കെ ഇതിന് സെയിം ആക്കി. അപ്പോൾ നമ്മൾ പറയും ഈ കുട്ടിയുടെ 3 സബ്ജക്റ്റിൻ്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 40 ആണ് എന്ന് നമ്മൾ പറയും. മനസ്സിലായില്ലേ ആവറേജ് എന്താണെന്ന്? നമ്മൾ പല 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 ഇപ്പം നമുക്ക് കോമൺ ആയിട്ട് കുറേ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും, ഇപ്പം ഒരു ക്ലാസ്സിലത്തെ കുട്ടികളെ എടുക്കുകയാണ്. ഒരു ക്ലാസ്സിൽ 50 സ്റ്റുഡൻസ് ഉണ്ട്, ബോയ്സ് ശരിക്കും. അപ്പം ഈ 50 പേർക്ക് കോമൺ ആയിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അതേസമയം ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ കോമൺ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഈ 50 പേര് ബോയ്സ് ആണ്. ഈ 50 പേർക്ക് 2 കണ്ണുണ്ട്, അല്ലെങ്കിൽ മുടിയുണ്ട്, അല്ലെങ്കിൽ മൂക്കുണ്ട്, വായുണ്ട്, ഒക്കെ സെയിം ആയി. 2 കൈയുണ്ട്, 2 കാലുണ്ട്, അങ്ങനെയൊക്കെ സെയിം ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഹൈറ്റ് വ്യത്യാസം വരാം. ഒരേ ഹൈറ്റുള്ള കുട്ടികൾ ഉണ്ടാവും, എങ്കിലും ഈ 50 പേരുടെയും ഒരേ ഹൈറ്റ് ആയിരിക്കില്ല അല്ലേ? വെയിറ്റ് വ്യത്യാസം വരും. ഇനിയിപ്പോൾ അവർക്ക് കിട്ടുന്ന മാർക്ക്, ഇപ്പോൾ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിൽ ഈ 50 കുട്ടികൾക്ക് കിട്ടിയ മാർക്ക് വ്യത്യാസമായിരിക്കാം. ഒരേ മാർക്ക് കിട്ടിയ കുട്ടികളും ഉണ്ടാവും. മാത്സിൽ കിട്ടിയ മാർക്ക് വ്യത്യാസമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടിയുടെ എടുത്തു, ഒരു കുട്ടിക്ക് ഇപ്പോൾ 10 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ 10 സബ്ജക്റ്റിൽ വേറെ മാർക്കായിരിക്കും. ചിലപ്പോൾ ഒരുപോലെ വരാം, എങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കും. ഇങ്ങനെ വ്യത്യാസമുള്ളതിനെ നമ്മളിങ്ങനെ ഒപ്പാക്കാം. ഞാൻ പറഞ്ഞില്ലേ, കൂടുതലുള്ളതിനൊക്കെ കുറവുള്ളതിനൊക്കെ ഇങ്ങനെ കൊടുത്ത് അതിനെ ഒപ്പാക്കുമ്പോൾ എത്ര വരും? അതാണ് ആവറേജ്. മനസ്സിലായില്ലേ? ഈ ആവറേജ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾക്ക് ഇങ്ങനെ കൂടുതലുള്ളതിനൊക്കെ തപ്പിയെടുത്ത് കുറവുള്ളതിനൊക്കെ കൊടുക്കലൊന്നും നടക്കണ കാര്യമല്ല. ഇതിപ്പോൾ 3 എണ്ണം തന്ന കാരണം അത് ഈസി ആയിട്ടുള്ള നമ്പേഴ്സും തന്നതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് 10 എടുത്ത് അങ്ങോട്ട് കൊടുത്ത് നമുക്ക് ഒപ്പാക്കാൻ പറ്റി. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതല്ലെങ്കിൽ കുറേ പേര്, 50 കുട്ടികളുണ്ട് ഒരു ക്ലാസ്സിലത്തെ. ഈ 50 കുട്ടികളുടെ മാത്സിൻ്റെ മാർക്ക് തന്നിട്ടുണ്ട്, 50 മാർക്കുകൾ. ഈ 50 മാർക്കുകൾ ഈ കുട്ടികളുടെ മാത്സിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ആവറേജ് മാത്സിൽ കിട്ടിയ മാർക്കിൻ്റെ ആവറേജ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 50 മാർക്കുകളും എഴുതി അതിന് കൂടുതലായിരിക്കുക, അതിന് കുറവ്, അതൊക്കെ ശരി നടക്കുന്ന കാര്യമാണോ? അപ്പോൾ അതിന് നല്ല ബുദ്ധിയുള്ളവർ അതിനൊരു ഫോർമുല കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എത്ര നമ്പറുകൾ തന്നോട്ടെ നമുക്കതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണ്? നമുക്ക് തന്നിട്ടുള്ള നമ്പറുകളെല്ലാം കൂടി ആഡ് ചെയ്യുക. അത് തന്നെ ചെയ്യേണ്ട കാര്യം. ആഡ് ചെയ്തിട്ട് എത്ര നമ്പർ ഉണ്ട് മൊത്തം ആ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക.
അതായത് ടോട്ടൽ എല്ലാ നമുക്ക് തന്നേക്കണ ആ നമ്പേഴ്സ് എല്ലാം കൂടി ആഡ് ചെയ്ത് കിട്ടിയ സമ്മ്, സം ഓഫ് ടോട്ടൽ നമ്പേഴ്സ്. അത് മാർക്കാവാം, ഹൈറ്റ് ആവാം, വെയിറ്റ് ആവാം, ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങളാകാം. ആ തന്നിട്ടുള്ള ഏതാണോ നമ്പേഴ്സ് അതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ എണ്ണം. മനസ്സിലായി? നമ്പർ ഓഫ് മാർക്സ്, എത്ര പേര് എത്ര മാർക്കുകളുണ്ട് ആ എണ്ണം കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം ഇപ്പം ഇവിടെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ഈ എക്സാമ്പിൾ ഇത് 30, 40 പിന്നെ 50 ആയിരുന്നു ഈ കുട്ടിക്ക് കിട്ടിയ മാർക്ക്. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യാണ്ട് നമുക്ക് ഞാൻ പറഞ്ഞ ഈ മെത്തേഡിൽ നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ വരും? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിട്ടുള്ള ഏത് സാധനത്തിൻ്റെ ആണോ എവറേജ് കാണാൻ പറഞ്ഞിരിക്കുന്നത് ആ സംഭവങ്ങൾ, ആ നമ്പേഴ്സ് എല്ലാം കൂടി ആഡ് ചെയ്യണം. ഇവിടെ 3 തന്നിട്ടുണ്ട്, ആ 3 നമ്മൾ ആഡ് ചെയ്ത് നേരത്തെ ആഡ് ചെയ്താണ്, അത് 120 കിട്ടി. ഓക്കെ, ആ 120ന് നമ്മൾ എത്ര എണ്ണമുണ്ട്, എത്ര മാർക്കുണ്ട് ഇവിടെ? 3 വിഷയങ്ങളുടെ മാർക്കാണ് നിൽക്കുന്നത്, 3. ആ 3 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. 3 12ല് 4 പ്രാവശ്യം പോയി 0. അപ്പം നമുക്ക് 40 ആൻസർ കിട്ടി. ആ 40ൻ്റെ അല്ലേ നമുക്ക് ആവറേജ് നേരത്തെ കിട്ടിയത്? മനസ്സിലായില്ലേ? ആവറേജ് വളരെ സിമ്പിൾ ലെസൺ ആണ്, ഇത് ഭയങ്കര സുഖമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇനി ഓരോ പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. പേജ് നമ്പർ 22ല് ഒരു 4 പ്രോബ്ലംസ് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. എളുപ്പമാണ്, ഭയങ്കര സിമ്പിളാണ്. ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു അറ്റൻഡഡ് ക്ലാസ് ഫ്രം മൺഡേ ടു ഫ്രൈഡേ. ഒരു ക്ലാസ്സിൽ മൺഡേ മുതൽ ഫ്രൈഡേ വരെ അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ എണ്ണം 34, 35, 32, 33, 31. 5 ദിവസം 5 തരം പേരാണ്, 5 നമ്പേഴ്സാണ് അറ്റൻഡ് ചെയ്തിരിക്കുന്ന കുട്ടികളുടെ എണ്ണം. വാട്ട് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു അറ്റൻഡഡ് ക്ലാസ് ഈച്ച് ഡേ? അപ്പോൾ ഓരോ ദിവസവും അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ ആവറേജ് നമ്പറാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? തന്നിട്ടുള്ള നമ്പേഴ്സ് എല്ലാം കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് ടോട്ടൽ സം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. 34, 35, 32, 33 and 31. 5, 165. നമുക്ക് എല്ലാം കൂടി ആഡ് ചെയ്ത് 165 കിട്ടി. ഇനി 165 ഡിവൈഡഡ് ബൈ എത്രയാണ്? എത്ര എണ്ണം ഉണ്ട് നമ്മൾ കൂട്ടിയത്, എത്ര പേരെ നമ്മൾ കൂട്ടി? 1 2 3 4 5 നമ്പേഴ്സ് ആണ് നമ്മൾ ആഡ് ചെയ്തത്. അപ്പം 5 വെച്ച് ഡിവൈഡ് ചെയ്യണം. മനസ്സിലായില്ലേ? മൊത്തം കൂടി കൂട്ടുക, എത്ര നമ്പേഴ്സ് ആഡ് ചെയ്തു നോക്കാം, അതിനെ കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. 5 16 3 ടൈംസ് അല്ലേ? 3 തന്നെ. അപ്പം 33. അപ്പം ആവറേജ് നമ്പർ ഓഫ് അറ്റൻഡൻസ് എങ്ങനെയായിരുന്നു കുട്ടികളുടെ? ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു അറ്റൻഡഡ് ക്ലാസ് ഈച്ച് ഡേ എത്രയായിരുന്നു? എത്ര കിട്ടി? 33. സിമ്പിൾ അല്ലേ ഇത്? അടുത്ത ക്വസ്റ്റ്യൻ. ദ ടേബിൾ ഷോസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ മജീസ് ഹൗസ് ഫോർ സം മന്ത്സ്. വാട്ട് ഈസ് ദ ആവറേജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് പെർ മന്ത്? Which are the months on which usage is more than the average? 2 ദിവസം തന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ വരുമ്പോൾ ശ്രദ്ധിക്കണം, ആവറേജ് കണ്ടുപിടിച്ച് അവിടെ നിർത്തരുത്. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അപ്പോൾ ടേബിളിൽ ഓരോ മാസവും മജീദിന്റെ വീട്ടിൽ ഉപയോഗിച്ച ഇലക്ട്രിസിറ്റിയുടെ അളവാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ അളവുകളെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യാം. 85, 90, 75, 82 and 78. 410 കിട്ടി. എല്ലാം കൂടി ആഡ് ചെയ്തു. ഇനി ഇതിന് നമ്മൾ എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? ടോട്ടൽ യൂസേജിന് നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 1 2 3 4 5 നമ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. 5 41ല് അപ്പോൾ 82 യൂണിറ്റ്സ് ആണ് ആവറേജ് യൂസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? which are the months on which use is more than the average?
ആവറേജ് കിട്ടിയിരിക്കുന്നത് 82 ആണ്. ഈ 82വിനേക്കാൾ കൂടുതൽ കറണ്ട് ഉപയോഗിച്ചിട്ടുള്ള മാസങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 82വിനേക്കാൾ കൂടുതൽ നമുക്ക് ആ ടേബിളിൽ നോക്കിയാൽ കാണാം. ജനുവരിയിൽ 85 യൂസ് ചെയ്തിട്ടുണ്ട്, ഫെബ്രുവരിയിൽ 90 യൂസ് ചെയ്തിട്ടുണ്ട്, മാർച്ച് ഏപ്രിൽ മെയ്യിൽ 75, 82 ആൻഡ് 78. അപ്പോൾ മോർ ദാൻ ആവറേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ജനുവരിയും ഫെബ്രുവരിയാണ്. സാധാരണ നമുക്ക് കറണ്ട് ബില്ല് വരുമ്പോൾ മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെയാണ് കൂടുതൽ വരാറ് സാധാരണ. കാരണം ആ സമയത്ത് ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ AC ഇട്ടിട്ടൊക്കെ ഒന്ന് എടുക്കുക. പിന്നെ പറമ്പിൽ നമ്മൾ നനയ്ക്കാൻ, എൻ്റെ വീട്ടിലത്തെ കാര്യമാണ് പറയണത്. പറമ്പ് നമ്മൾ ഈ പച്ചക്കറികളും അതൊക്കെ നനയ്ക്കാനായിട്ട് നല്ല ചൂടായ കാരണം രാവിലെയും വൈകുന്നേരം മോട്ടർ അടിച്ച് നനയ്ക്കും. കുറേ സമയം നനയ്ക്കും. തെങ്ങുകൾക്കൊക്കെ വെള്ളം വിടും. അങ്ങനെ മോട്ടർ കുറേ സമയം ഇറക്കി വയ്ക്കുമ്പോഴൊക്കെ കറണ്ട് ബില്ല്, നല്ല കറണ്ട് ബില്ല് ആ സമയത്ത് വരും. പക്ഷെ എന്താണോ, മജീദിൻ്റെ വീട്ടിൽ കറണ്ട് ബില്ല് ആ മാസങ്ങളിൽ കുറവാണ്. ജനുവരിയിൽ ഫെബ്രുവരിയിലാണ് ആവറേജിനേക്കാൾ കൂടുതൽ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ദ weights of players in a team are 68 kg, 70 to 80, 70, 60, 70 ഇങ്ങനെയാണ്. അപ്പോൾ അവരുടെ പ്ലെയറിൻ്റെ ആവറേജ് വെയിറ്റ്, ഒരു പ്ലെയറിൻ്റെ ആവറേജ് വെയിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ എല്ലാം കൂടി ആഡ് ചെയ്യാം. ഞാനീ പറയണം, നിങ്ങൾക്ക് നന്നായി മനസ്സിലായില്ലേ? 72, പിന്നെ 80, 70, 60, 70 ഇങ്ങനെയാണ് വെയിറ്റ് അല്ലേ? 68, 72, 80, 70, 60, 70. അപ്പോൾ ഇതിൽ തെറ്റാ സാധ്യത എടുത്തെഴുതുമ്പോൾ തെറ്റുപറ്റാം. കുട്ടികൾക്ക് സാധാരണ മാർക്ക് പോകുന്നത് അങ്ങനെയാണ്. എടുത്തെഴുതുമ്പോൾ തെറ്റുപറ്റാം. ആഡ് ചെയ്യണം, ഇങ്ങനെ കുറേ നമ്പറുകൾ ഇങ്ങനെ അടിയിലിട്ട് ആഡ് ചെയ്യുമ്പോൾ തെറ്റ് സംഭവിക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം എഴുതിയാലും ഒന്നും കൂടി ഒന്ന് നോക്കുക, എഴുത്തൊക്കെ കറക്റ്റ് അല്ലേ? ആഡ് ചെയ്ത് നോക്കിയാലും ഒരു പ്രാവശ്യം കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കുക, ശരിയല്ലേ? അപ്പം എത്ര വന്നു? 42. അപ്പോൾ ആ സമ്മ നമുക്ക് 42 കിട്ടി. 420 കിട്ടി. 420 കിട്ടിയാൽ കഴിഞ്ഞാലല്ലോ 1, 2, 3, 4, 5, 6 വെച്ച് നമ്മളിനി ഡിവൈഡ് ചെയ്യണം. 6 42ൽ എത്ര കിട്ടണം? അപ്പോൾ ഒരു പ്ലെയറിൻ്റെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 70 കിലോഗ്രാം. കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ടോട്ടൽ ഇൻകം ഓഫ് എ മാൻ ഇൻ 88 days ഈസ് 1840 rupees. വാട്ട് ഈസ് ഹിസ് ആവറേജ് ഇൻകം പെർ ഡേ? ഇതുകൊണ്ട് നമുക്ക് എല്ലാതും അയാളുടെ 8 ദിവസത്തെ ഇൻകം, ടോട്ടൽ ഇൻകം തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ സുഖമായി, ആഡ് ചെയ്യേണ്ട പണിയില്ല. ടോട്ടൽ ഇൻകം തന്നിരിക്കുന്നു. അപ്പോൾ 1840 ആണ് അയാളുടെ 8 ദിവസത്തെ ഇൻകം. അപ്പോൾ 8 ദിവസത്തെ ഇൻകം കൂടി ആഡ് ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം എത്രയാണ് അയാളുടെ? 230 rupees. 230 rupees ആണ് അയാളുടെ ആവറേജ് ഇൻകം പെർ ഡേ. മനസ്സിലായി? അടുത്ത ഭാഗം എന്ന് പറയുന്നത് വിച്ച് ഈസ് ബെറ്റർ, കമ്പാരിസൺ ആണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങളും പഠിച്ചത്. അപ്പോൾ ഒരു ക്ലാസ്സിലത്തെ കുട്ടികളുടെ സ്ട്രെങ്ത്, 5 ദിവസം സ്ട്രെങ്ത്, അതല്ലെങ്കിൽ എന്താണ് ഒരു ടീമിൻ്റെ പ്ലെയേഴ്സിൻ്റെ വെയിറ്റ്, ഒരാളുടെ വീട്ടിലത്തെ ഇലക്ട്രിസിറ്റിയിലേത്, അങ്ങനെ. ഇനി ഇപ്പോൾ 6ാം ക്ലാസ്സിൻ്റെ A എന്ന് പറയുന്ന ഡിവിഷനും B എന്ന് പറയുന്ന ഡിവിഷനും, ഈ 2 ഡിവിഷനുകളിലത്തെയും 5 ദിവസത്തെ തന്നിട്ടുണ്ട്. അപ്പോൾ ഏത് ക്ലാസ്സാണ് ഭേദം? ഏത് ക്ലാസ്സിലാണ് ആവറേജ് കുട്ടികൾ കൂടുതൽ വന്നിരിക്കുന്നത്, പ്രസൻറ്റ് വന്നത്, അല്ലെങ്കിൽ കുറവ് കുട്ടികൾ ആബ്സെൻ്റ് ആയത് ഏത് ക്ലാസ്സാണ്? അതിപ്പോൾ മജീദിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ വേറൊരു വീട്ടിൽ കുറച്ച് മാസങ്ങളിൽ ഇലക്ട്രിസിറ്റി ബില്ല് വന്നു. ആരാണ് കുറവ് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിരിക്കുന്നത്? അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ പല ദിവസവും പലതാവും. ഒരൊറ്റ ദിവസത്തെ തന്നേക്കണേ വെച്ചെങ്കിൽ നമുക്ക് ഒരൊറ്റ നോട്ടത്തിൽ അറിയാം. ഇപ്പോൾ മൺഡേ 6th സ്റ്റാൻഡേർഡ് 6ൽ A ഡിവിഷനിൽ 35 സ്റ്റുഡൻസ് പ്രസൻ്റ് ആയി. അതേസമയം Bയിൽ 38 കുട്ടികൾ പ്രസൻ്റ് ആയിരുന്നു. 2 ക്ലാസ്സിലും 40 പിള്ളേരാണ് മൊത്തം ഉള്ളത്. അതിൽ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ഒറ്റ ദിവസത്തെ കാര്യമില്ല. അപ്പോൾ നമുക്ക് ഏത് ക്ലാസ്സിലാണ് കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും Bയിലാണ്. അതേസമയം ഒരാഴ്ച തന്നു അല്ലെങ്കിൽ ഒരു മാസത്തെ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ക്ലാസ്സിൽ പലതായിരിക്കും. അപ്പോൾ ഇവർ ഏതാണ് ഭേദം എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പോഴാണ് നമുക്ക് ഈ ആവറേജിൻ്റെ ഗുണം കൂടുതലായിട്ട് വരാം.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? രണ്ട് ക്ലാസ്സിൻ്റെ ഏവറേജ് കണ്ടുപിടിച്ചിട്ട് ഏവറേജ് ഏതാണ് ബെറ്റർ മനസ്സിലായോ? അപ്പോൾ അതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. വിച്ച് ഈസ് ബെറ്റർ കമ്പാരിസൺ ആണ്. 2 പേരുടെ 3 പേരുടെയോ തരും. എത്ര പേരുടെയൊക്കെയാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ തന്നു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ വെവ്വേറെ നമ്മൾ ഏവറേജ് കണ്ടുപിടിച്ചിട്ട് ഏതാണ് ആരുടെയാണ് ഏവറേജ് കൂടുതൽ അല്ലെങ്കിൽ ആരുടെയാണ് കുറവ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കുക. അതാണ് ഇനി അടുത്ത ഭാഗം. ഏവറേജ് യൂസ് ചെയ്തിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു ഞാൻ പറഞ്ഞു. അതിനെ എങ്ങനെയാണ് നമുക്ക് നോക്കാം. പേജ് നമ്പർ 22 എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം. അത് ഔസേപ്പ് ആൻഡ് അബു ഗ്രോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോക്കനട്ട് ട്രീസ്. ഔസേപ്പും അബുവും 2 പേരും കോക്കനട്ട് കൃഷി ചെയ്യുന്നവരാണ്. 2 പേരും ഡിഫറെൻറ്റ് ടൈപ്പ് കോക്കനട്ട് ട്രീസ് ആണ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ പേരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ സയൻസിൽ പഠിച്ചിട്ടില്ലേ. ഔസേപ്പ് ഹാസ് 20 ട്രീസ് ആൻഡ് അബു ഹാസ് 80. ഔസേപ്പിന് എത്ര കോക്കനട്ട് ട്രീസ് ഉണ്ട്? 20 ട്രീസ് ഉണ്ട്. അബുവിന് 18 ഉണ്ട്. ഓരോ മാസവും അവർക്ക് ലഭിച്ചിരിക്കുന്ന കോക്കനട്ടിന്റെ എണ്ണം ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഔസേപ്പിന് ജനുവരിയിൽ 160 എണ്ണം കിട്ടി. 20 ട്രീസ് ഉണ്ട് കേട്ടോ. 20 ട്രീസിൽ നിന്നും 160 കിട്ടി. ഏപ്രിൽ മാസത്തിലാണെങ്കിൽ 280 കിട്ടി. ഓഗസ്റ്റിൽ 200 ആൻഡ് നവംബറിൽ 260 കിട്ടി. അതേസമയം അബുവിന് 18 ട്രീ ആണ്. പക്ഷേ ജനുവരിയിൽ 200 കിട്ടി, ഏപ്രിൽ 264, ഓഗസ്റ്റ് 240 ആൻഡ് നവംബറിൽ വളരെ കുറഞ്ഞു പോയി 160. അപ്പോൾ ഇവർ 2 പേരും നട്ട ഡിഫറെൻറ്റ് ടൈപ്പ് കോക്കനട്ട് ട്രീസ് ആണ്. അപ്പം വിച്ച് ഈസ് ബെറ്റർ? ആര് നട്ടിരിക്കുന്ന കോക്കനട്ട് ട്രീ ആണ് ഭേദം? നമുക്ക് എങ്ങനെ അറിയാൻ പറ്റാ? അറിയാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഔസേപ്പിന് 20 ട്രീസും ഉണ്ട്, അബുവിന് 18 ട്രീസും ആണുള്ളത്. അപ്പോൾ 2 പേർക്കും ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ട്രീസും ആണുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഏവറേജ് കണ്ടുപിടിച്ചാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരു ട്രീയിൽ നിന്നും ശരാശരി എത്ര കോക്കനട്ട് വെച്ച് കിട്ടുന്നു എന്ന് 2 പേരുടെയും വെവ്വേറെ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കറിയാം ഏത് കോക്കനട്ട് ട്രീ ആണ് ഭേദം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിച്ച് കൈൻഡ് ഗീവ്സ് മോർ കോക്കനട്ട്സ്, ഏത് ആണ് മോർ കോക്കനട്ട്സ് തരുന്നത്? അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് മൊത്തം കോക്കനട്ട്സിന്റെ ഔസേപ്പിന്റെ കണ്ടുപിടിക്കുക, അതായത് വെവ്വേറെ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമുക്ക് ഔസേപ്പിന്റെ മരങ്ങളിൽ കോക്കനട്ട് ട്രീയുടെ ആവറേജ് ആദ്യം കാണാം, പിന്നെ അബുവിന്റെ കാണാം. അപ്പൊ ഔസേപ്പിന്റെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഓരോ മാസവും കിട്ടിയിട്ടുള്ള കോക്കനട്ട്സ് എല്ലാം കൂടിയിട്ട് എണ്ണി എല്ലാം കൂടി ആഡ് ചെയ്ത് ടോട്ടൽ സമ്മ് ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമുക്ക് ഔസേപ്പിന്റെ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 160, പിന്നെ 280, പിന്നെ 200, പിന്നെ 260. ഇങ്ങനെയാണ് ഓരോ മാസത്തിലും കിട്ടിയിരിക്കുന്നത്. ഇത് മൊത്തം ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 900 കോക്കനട്ട്സ് ആണ് ഔസേപ്പിന് കിട്ടിയിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? 900 കോക്കനട്ട്സ് മൊത്തം. അപ്പൊ നമുക്ക് ആവറേജ് കാണാൻ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ സം ഡിവൈഡഡ് ബൈ നമ്പർ അല്ലേ? അപ്പൊ 900 ഡിവൈഡഡ് ബൈ ഈ 900 കോക്കനട്ട്സ് എത്ര കോക്കനട്ട് ട്രീയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്? 20 കോക്കനട്ട് ട്രീസിൽ നിന്ന്. അപ്പൊ 20 കൊണ്ട് വേണം ഡിവൈഡ് ചെയ്യാൻ അല്ലേ? അപ്പോൾ ഒരു കോക്കനട്ട് ട്രീയിൽ നിന്നും ആവറേജ് 45 കോക്കനട്ട്സ് വീതം ഔസേപ്പിന് കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ ഇനി അബുവിന്റെ നമുക്ക് നോക്കാം. അബുവിന് എന്റെ പേര് പറഞ്ഞത് യെസ് അബു. അബുവിന് കിട്ടിയതൊക്കെ കൂടിയിട്ട് നമുക്ക് ഇതുപോലെ ആഡ് ചെയ്ത് നോക്കാം. 200, പിന്നെ 264, പിന്നെ 240 and 160, 460. അപ്പോൾ അബുവിന് ടോട്ടൽ എത്ര കോക്കനട്ട്സ് ലഭിച്ചു? 864. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഔസേപ്പിന്റെ തെങ്ങാണ് ഭേദം. കാരണം ഔസേപ്പിന് എത്ര കോക്കനട്ട് കിട്ടി? 900 കോക്കനട്ട്സ് ലഭിച്ചു. ഇതേ കാലയളവിൽ അബുവിന് ലഭിച്ചത് 864. അപ്പോൾ ഔസേപ്പിന്റെ തെങ്ങാണ് നല്ല തെങ്ങെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം ആലോചിക്കണം. ഔസേപ്പിന് ഇത്രയും 900
കോക്കനട്ട്സ് ലഭിച്ചത് എത്ര തെങ്ങുമെന്നാണ്? 20 തെങ്ങുമെന്നാണ്. അതേസമയം അബുവിന് ലഭിച്ചിരിക്കുന്നത് 18 കോക്കനട്ട് ട്രീസിൽ നിന്നാണ്. അപ്പൊ ഇതിന്റെ ആവറേജ് കണ്ടാലേ നമുക്ക് ശരിയായ നിഗമനത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്കിതിനെ 2 കൊണ്ട് കളയാം. 9 4 3 2 9 ഇതിൽ പോയില്ലേ? 43 4 ടൈംസ്. ഇപ്പൊ നോക്കിയേ, അബുവിന് ഒരു തെങ്ങുമ്പോൾ നിന്ന് ശരാശരി 48 നാളികേരങ്ങൾ ലഭിച്ചപ്പോൾ ഔസേപ്പിന് ലഭിച്ചത് 45 എണ്ണമാണ്. അപ്പൊ ആര് വെച്ച തെങ്ങാണ് ഭേദം? അബു വെച്ച തെങ്ങാണ് ഭേദം അല്ലേ? അബു 18 എണ്ണം 18 തെങ്ങ് വെച്ച് ഒരെണ്ണത്തിൽ 48 എണ്ണം വെച്ച് ശരാശരി കോക്കനട്ട്സ് ലഭിച്ചു. ഔസേപ്പ് 20 എണ്ണം വെച്ചിട്ട് 45 എണ്ണമാണ് ലഭിച്ചത്. അപ്പൊ ആരാണ് ബെറ്റർ എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ വിച്ച് ഈസ് ബെറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കമ്പയർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ആവറേജ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പേജിൽ ഒരു 2 പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. പേജ് നമ്പർ 23ത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിംഗ് ദ ഫോറസ്റ്റ് ഫെസ്റ്റ് സെലിബ്രേഷൻ 2 divisions of class 5 decided to plant trees as a Harida club activity. അവര് വൃക്ഷത്തൈകൾ നടാൻ പോവാണ്. 35 children of class 5A planted 245 saplings and 30 children of class 5B planted 240. On the basis of average number the saplings planted per kid, which division did a better job? ഏത് ഡിവിഷനാണ് ബെറ്റർ ജോബ്, നല്ല ഇത് ചെയ്തേക്കുന്നത്, നല്ല രീതിയിൽ ചെയ്തത് ആരാണ്, കൂടുതൽ ഭേദം ആരാണ് എന്നാണ് ചോദിച്ചേണ്ടത്. അതിൽ 5ാം ക്ലാസ് എ ഡിവിഷൻകാര് എത്ര 35 കുട്ടികളാണ് അവരുടെ ആ ക്ലാസ്സിലുള്ളത്. അവർ 245 സാപ്ലിങ്സ് ആണ് നട്ടത്. അപ്പോൾ പിന്നെ 30 കുട്ടികളുള്ള 5ാം ക്ലാസ് ബിക്കാരോ 240 സാപ്ലിങ്സും നട്ടു. അപ്പോൾ കുട്ടികളുടെ എണ്ണം ഒരേപോലെയാണെങ്കിൽ നമുക്ക് സുഖമായിരുന്നു ആരാണ് ഭേദം എന്ന് കണ്ടുപിടിക്കുന്നത്. ഇത് നമുക്ക് അങ്ങനെ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആവറേജ് കണ്ടുപിടിച്ചിട്ട് ആവറേജ് ആരാ ഭേദം നോക്കാം. മനസ്സിലായോ? അപ്പോൾ 35 ചിൽഡ്രൻ ഓഫ് ക്ലാസ്, അപ്പോൾ 5A അവർ എത്ര എണ്ണം നട്ടു? 245. അപ്പോൾ ആകെ നട്ടത് 245 ആണ്. എണ്ണം എത്ര കുട്ടികളാണ് നട്ടത്? 35. അപ്പോൾ നമുക്ക് ഇതിൽ ടോട്ടൽ കാണാനൊന്നുമില്ല. 35 കുട്ടികൾ ചേർന്ന് 245 സാപ്ലിങ്സ് നട്ടുന്നതിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ടോട്ടൽ ഒന്നും കാണാനില്ല. ടോട്ടൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്ത് നോക്കാം എത്രയാണ് വരുന്നത് നോക്കാം. 5 കൊണ്ട് കളയുമ്പോൾ 7, 45 9 ടൈംസ് ആൻഡ് 749 7 ടൈംസ് അല്ലേ? അപ്പോൾ 7 ആണ് ശരാശരി ആവറേജ്. ഒരു കുട്ടി 7 തൈ വെച്ച് 5th സ്റ്റാൻഡേർഡ് എ ഡിവിഷനിലത്തെ കുട്ടികൾ ചെയ്തിട്ടുണ്ട്. ഇനി 5Bയിലത്തെ കാര്യം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അത് 240 അവർ നട്ടിട്ടുള്ളൂ. 240. അപ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ ശരിക്കും 5th എക്കാരാണ് ഭേദം. അവർ 245 നട്ടിട്ടുണ്ടല്ലോ. പക്ഷെ അവർ 35 പേര് കൂടിയിട്ടാണ് നട്ടത്. ഇത് 240 നട്ടത് എത്ര പേര് കൂടിയിട്ടാണ്? 30 കുട്ടികളാണ് നട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. 0 കളഞ്ഞു. 3 24 8 കണ്ട. അപ്പോൾ നോക്കിയേ, ഒരു കുട്ടി 8 സാപ്ലിങ്സ് വെച്ചിട്ട് ആവറേജ് വെച്ചിട്ട് 5Bയിലുള്ള കുട്ടികൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ആരാണ് ഹൂ ഡിഡ് ദ ബെറ്റർ ജോബ്? ആരാണ് നന്നായി ചെയ്തത്? 5th ബിക്കാര്. മനസ്സിലായോ? അപ്പം നമുക്ക് ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ ശരിയാണെന്ന് തോന്നുന്നത് ശരിയാവണമെന്നില്ല. അപ്പം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ആവറേജ് കണ്ടുപിടിച്ചാലാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഇവിടെ അതാണ് ചോദിച്ചിട്ടുള്ളത്. ഓൺ ദ ബേസിസ് ഓഫ് ആവറേജ് നമ്പർ ഏത് ഡിവിഷൻകാരാണ് നന്നായി ചെയ്തേക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മനസ്സിലായില്ലേ? നെക്സ്റ്റ് വൺ, ഒരു ടേബിൾ തന്നിട്ടുണ്ട്. The table shows the number of members and the amount of water used in a month of 3 households.
3 ഹൗസ് ഹോൾഡ് വർക്കിന് വേണ്ടിയിട്ട് ഒരു മാസത്തിൽ വെള്ളം ചെലവഴിച്ചതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ടേബിളിൽ പറയുന്നത്. ദ നമ്പർ ഓഫ് മെമ്പേഴ്സ്, അതായത് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഒരു കോളത്തിൽ തന്നിരിക്കുന്നു. വാട്ടർ യൂസ്ഡ് ഇൻ മന്ത് ലിറ്ററിൽ വേറെ അതിൻ്റെ നേരെ തന്നിട്ടുണ്ട്. അപ്പോൾ 6 മെമ്പേഴ്സ് ഒരു പ്രത്യേക ഏത് ജോലിക്കാണ് ഏത് ഹൗസ് ഹോൾഡ് വർക്കിനാണെന്ന് പറഞ്ഞിട്ടില്ല. 6 മെമ്പേഴ്സ് ഒരു ഹൗസ് ഹോൾഡ് വർക്കിന് ഉപയോഗിച്ചിരിക്കുന്നത് 18,000 ലിറ്റേഴ്സ് ആണ്. ആൻഡ് 4 മെമ്പേഴ്സ് ഒരെണ്ണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് 16,000. 5 മെമ്പേഴ്സ് ഉപയോഗിച്ചിരിക്കുന്നത് 16,500 ലിറ്റേഴ്സ്. അപ്പോൾ ഇതിൽ എത്ര ദിവസമുണ്ട്? 3 ദിവസത്തിനാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ മച്ച് വാട്ടർ ഡിഡ് 1 person ഇൻ ദ ഫസ്റ്റ് ഹൗസ് ഹോൾഡ് യൂസ് ഓൺ ആവറേജ്? ഫസ്റ്റ് ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ ആദ്യം കിടക്കുന്നത് ഏതാ? 6 മെമ്പേഴ്സ് 18,000 ലിറ്റേഴ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ഫസ്റ്റ് ഹൗസ് ഹോൾഡ് വർക്ക് എന്ന് പറയുന്നത്. അതിന്റെ ആവറേജ് കാണാൻ സുഖല്ലേ? 18,000 തന്നിട്ടുണ്ട്. എത്ര മെമ്പേഴ്സ് ആണ് അത് യൂസ് ചെയ്തിരിക്കുന്നത് തന്നിട്ടുണ്ട്. അതിനെ ഡിവൈഡ് ചെയ്താൽ പോരെ 6 വെച്ച്. അപ്പൊ 6 18 3 ടൈംസ്. അപ്പൊ 3,000 ലിറ്റേഴ്സ് ആണ് അതിന്റെ ആവറേജ്. ഒരു പേഴ്സൺ 3,000 ലിറ്റർ ആവറേജ് ഉപയോഗിച്ചിട്ടുണ്ട് വാട്ടർ ആ ഒരു പെർട്ടിക്കുലർ ഹൗസ് ഹോൾഡ് വർക്കിന് വേണ്ടിയിട്ട്. ദെൻ വാട്ട് അബൌട്ട് അതർ ഹൗസ് ഹോൾഡ്സ്? ബാക്കിയുള്ളതിൻ്റെയും എത്ര വീതമാണ്? അപ്പോൾ ബാക്കിയുള്ളതിൻ്റെയും നമുക്ക് കണ്ടുപിടിക്കാം. രണ്ടാമത്തേൻ്റെ 16,000 ലിറ്റർ വെള്ളം ഉപയോഗിച്ചിരിക്കുന്നു. എത്ര പേര് ചേർന്ന്? 4 പേര് ചേർന്നിട്ട്. അപ്പൊ അതിന്റെ ആവറേജ് എങ്ങനെ വരാം? 4,000. അടുത്തതോ 16,500. അതെത്ര പേര് ചേർന്നിട്ടാണ് അത്രയും വെള്ളം യൂസ് ചെയ്തിരിക്കുന്നത്? 5 മെമ്പേഴ്സ് കൂടിയിട്ടാണ്. അപ്പൊ 5 300. ഓക്കെ, 3,300 ലിറ്റേഴ്സ് ആണ് മൂന്നാമത്തെ ഹൗസ് ഹോൾഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ദീസ് ഫിഗേഴ്സ് ഇൻ വിച്ച് ഹൗസ് ഹോൾഡ് യൂസ്ഡ് മോസ്റ്റ് വാട്ടർ പെർ പേഴ്സൺ? അപ്പൊ നമുക്ക് 3 ഹൗസ് ഹോൾഡ് വർക്കിന്റെയും ആവറേജ് നമുക്ക് കിട്ടി. അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ ഏത് ഹൗസ് ഹോൾഡ് വർക്കിന് ഏതിനാണ് മോസ്റ്റ് വാട്ടർ കൂടുതൽ വെള്ളം പെർ പേഴ്സൺ ഉപയോഗിച്ചിരിക്കുന്നത്? മൊത്തത്തിൽ കൂടുതൽ വാട്ടർ ഉപയോഗിച്ചതല്ല ചോദിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചിരിക്കുന്നത് ചോദിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റത്തെയാണ് 18,000 ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതല്ല ചോദിച്ചിരിക്കുന്നത്, പെർ പേഴ്സൺ, അതായത് ആവറേജ് യൂസ് ചെയ്തിരിക്കുന്നത് ആരാണ് കൂടുതൽ, ഏത് ഹൗസ് ഹോൾഡിനാണ്? ഏതിനാ? ഒരെണ്ണം 3,000, 4,000, 3,300 ലിറ്റർ. അപ്പൊ ഏതാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്? 4,000 ലിറ്റേഴ്സ്, അതായത് സെക്കൻഡ് ഹൗസ് ഹോൾഡ്. അടുത്ത സം അതർ പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ട് മിൽക്ക് മാത്ത്, ട്രേഡ് മാത്ത്, മിൽക്ക് മാത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.